ചിലർക്ക് ഓക്കാനം വരും, ചിലർക്ക് വേദനയായിരിക്കും. ആദ്യമായിട്ട് വയറിൻ്റെ വശങ്ങളിൽ പുറത്തായിട്ട് അതികഠിനമായ വേദന, അതായത് വാരിയലിൻ്റെ താഴെയായിട്ട് വശങ്ങളിലായിട്ടുമായിട്ടാണ് ഈ ഒരു കടുത്ത വേദന ഉണ്ടാവുന്നത്. ഈ വേദന എന്ത് ചെയ്യും? ഗുഹ്യഭാഗങ്ങളിലേക്ക് വരെ വികിരണം ചെയ്യുന്നു. ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലങ്ങളിലേക്ക് കല്ല് നീങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വൃക്കയിൽ ഈ മർദ്ദം വർദ്ധിക്കുമ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത്. ഇതുമൂലം കലക്ഷമായ വേദനയാണ് രോഗിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് രോഗിക്ക് വശം വേദന സംഹാരികൾ കൊടുക്കാതെ മാറത്തുമില്ല. രണ്ടാമതായിട്ട് മൂത്രം മൊത്തമായി ഒഴിക്കാൻ പറ്റാതെ വരിക. കുറച്ചൊഴിക്കുക, വീണ്ടും വന്നിരിക്കുക, വീണ്ടും ഒഴിക്കുക. വൃക്കയിൽ ഉണ്ടാകുന്ന വലിയ കല്ലുകൾ മൂത്രദ്വാരത്തിൽ കുടുങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമിൽ വീണ്ടും വീണ്ടും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മൂന്നാമതായിട്ട് മൂത്രത്തിൽ രക്തം കാണുക. വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ നിറം മാറും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഡോക്ടർമാർ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. മൂത്രത്തിൽ രക്തം കാണപ്പെടുക വൃക്കയിൽ കല്ലുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നമ്മളൊരു യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അറിയാൻ പറ്റും. യൂറിൻ റൊട്ടി മൂത്രത്തിൽ ചുവപ്പ്, പിങ്ക് അല്ലെങ്കിൽ തവിട്ട് നിറം കാണുന്നത് നമുക്കൊരു ഡോക്ടറിനെ കണ്ട് തന്നെ ഉറപ്പുവരുത്തണം അത് കല്ലാണോ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നാലാമതായിട്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകുക. ഇത് അനുഭവപ്പെടുന്നത് കല്ലുകൾ മൂത്രാശയത്തിൽ നിന്ന് മൂത്രസഞ്ചിക്കും ഇടയിലുള്ള സ്ഥാനത്ത് വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകുക. പലപ്പോഴും നമ്മൾ മൂത്രനാളിയിൽ അണുബാധ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്നാണ് കരുതുന്നത്. പക്ഷെ അതല്ല. ഇത്തരത്തിൽ വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ അത് മൂത്രക്കല്ലാവാം. പിന്നെ തലകറക്കവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, എല്ലാവർക്കും ഇത് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നില്ലേ, അത് എൻ്റെയും കൂടി അനുഭവമാണ്. ഞാൻ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയ ചികിത്സ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉസ്താദ് ആ കിഡ്നി സ്റ്റോണിന് വേണ്ട ഒരു മരുന്നാണ്, ഒരു നാടൻ മരുന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ അനുഭവം, അത് കുടിച്ചവർക്ക് ഈ വേദന ഉണ്ടായിട്ടില്ല അതിൻ്റെ ശേഷം എന്നും അദ്ദേഹം പറയുന്നു. അതിനെ നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേദന, ഇതിൻ്റെ ഗൗരവം എനിക്ക് അറിയുന്നത് കൊണ്ട്, അതിനെ അനുഭവിച്ച ഒരാളായത് കൊണ്ട് ഞാൻ ഇതിനെ പറയുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ മരുന്നിനെ റെക്കമെൻഡ് ചെയ്യുന്നവനോ മരുന്നിനെ പറയുന്നവനോ അതൊന്നുമല്ല. ഇതൊന്നും എനിക്ക് ഈ വീഡിയോ കിട്ടിയത് മുതൽ എനിക്ക് ഇതിനെ ചെയ്യണമെന്ന്, നമ്മളെ വീഡിയോ കാണുന്നവർക്കത് ഉപകരിക്കട്ടെ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിനെ കേൾക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് കേൾക്കുക. നമ്മുടെ മുരിങ്ങ നമുക്കെല്ലാം അറിയാം. മുരിങ്ങ എല്ലാ നാട്ടിലും മുരിങ്ങ എന്നാണ് പറയുക എന്ന് ഞാൻ വിചാരിക്കുന്നു. മുരിങ്ങയ്ക്ക നമ്മൾ തോരൻ വെക്കാറുണ്ട്, മുരിങ്ങ ഇല നമ്മൾ കറി വെക്കാറുണ്ട്. എന്നാൽ അതൊന്നുമല്ല നമുക്ക് ഇപ്പൊ വേണ്ടത്. ഈ ആവശ്യത്തിന് വേണ്ടത് മുരിങ്ങയുടെ വേരാണ്. മുരിങ്ങ മരത്തിന്റെ അടിയിൽ നിന്നും മണ്ണ് മാന്തി ഒരല്പം വേരെടുക്കണം. ഒരു 50 ഗ്രാം വേര്, ഒരുപാട് വേണ്ട, ഒരുപാടായാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. 50 ഗ്രാം ഒരല്പം വേര് കട്ട് ചെയ്ത് നിങ്ങൾ 50 ഗ്രാം തൂക്കിയെടുക്കുക. ആ 50 ഗ്രാം വേരിന്റെ പുറത്തെ തൊലിയൊക്കെ നിങ്ങൾ ചീകിക്കളഞ്ഞ് ആ പുറത്തെ തൊലികളൊക്കെ ചുരണ്ടി മാറ്റി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ 50 ഗ്രാം മുരിങ്ങവേര് അല്പം ഒന്ന് ചതച്ച്, 50 ഗ്രാം മുരിങ്ങവേര് കുറച്ചൊന്ന് ഇടിച്ച് ചതയ്ക്കണം, എങ്കിൽ അതിന്റെ സത്ത് വെള്ളത്തിൽ ഇറങ്ങുകയുള്ളൂ. ആ മുരിങ്ങവേര് 50 ഗ്രാം മുരിങ്ങവേര് കഴുകി വൃത്തിയാക്കി അതിന്റെ പുറത്തെ തൊലി കളയണം. പുറത്തെ തൊലിയൊക്കെ ചുരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കുക. അതൊരു 2.5-3 ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ ഇടുക. അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളമായാലും മതി. നല്ല ഗ്ലാസ്സിന് അല്പം, വെറും ചെറിയ ഗ്ലാസ് അല്ല, അത്യാവശ്യം വലിയൊരു ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ 2 ഗ്ലാസ് വെള്ളം, 2-2.5 ഗ്ലാസ് വെള്ളം വെക്കാം. അത്രയും വെള്ളം വെച്ച് ഈ 50 ഗ്രാം മുരിങ്ങ വേര് അതിലേക്ക് ഇടുക, വെള്ളത്തിലിടുക. എന്നിട്ട് ഈ 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി മാറ്റണം. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 1 ഗ്ലാസ് വറ്റിക്കണം. അപ്പോഴേക്കും ഈ വേരിന്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാകും. 1 ഗ്ലാസ് ആകുമ്പോൾ അത് നിങ്ങൾ എടുത്ത്
അടുപ്പത്ത് നിന്ന് മാറ്റി പുറത്തേക്ക് വെക്കുക. ആ തിളച്ച വെള്ളം, ആ വേരുകിടന്ന് തിളച്ച വെള്ളം നിങ്ങൾ എടുത്ത് അടുപ്പത്ത് നിന്ന് പുറത്തേക്ക് മാറ്റി വെക്കുക. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത്, സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഏലക്ക ഉണ്ടല്ലോ, നമ്മുടെ ഏലക്ക, ആ ഏലക്കയുടെ അകത്തെ കുരു അത് ചതക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട. ഏലക്ക പൊട്ടിച്ചെടുത്ത് ഒരു 5 ഏലക്ക, ഒരു 5 ഏലക്ക എടുത്തിട്ട് 5 ഏലക്ക എടുത്തിട്ട് അതിനുള്ളിൽ കുരു എടുക്കണം. കുരു മാത്രം, തോലല്ല. ആ 5 ഏലക്കയുടെ അകത്തെ കുരു മാത്രം എടുത്ത് ഈ തിളച്ച വെള്ളത്തിലേക്ക്, തിളപ്പിച്ച് നമ്മൾ വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ആ ഏലക്ക പൊട്ടിച്ച് കുരുവൊക്കെ നേരത്തെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നെങ്കിലേ അടുപ്പത്ത് നമ്മുടെ വെള്ളം താഴ്ത്തി വെക്കുമ്പോൾ തന്നെ ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അരിയിട്ട് അടച്ചവിടെ വെച്ചിരിക്കുക. അവിടെ ഇരുന്ന് തനിയെ ആറണം. ഫാൻ്റെ ചവിട്ടി കൊണ്ടുവച്ച് ചൂടാറ്റരുത്. ചൂടാറാൻ വേണ്ടി ഫാൻ്റെ അടുക്ക് കൊണ്ട് വെക്കരുത്. കാരണം ഈ തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഈ ഏലക്കയുടെ കുരു അവിടെ കിടന്നതിന് അതിന്റെയും സത്തിറങ്ങണം. ഏലക്കയുടെ അരി പൊടിച്ചിടാൻ പാടില്ല. ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് അവിടെ വെച്ച് അത് തണുത്തു കഴിയുമ്പോൾ നിങ്ങൾ അരിച്ചെടുത്ത് ആ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക. കുറച്ച് ഒരു സമയത്ത് തന്നെ കുടിക്കണം. ഒരു അല്പം ഇപ്പം കുടിച്ചു, ബാക്കി ഉച്ചയ്ക്ക് കുടിച്ചു, ബാക്കി പിന്നെ രാത്രി കുടിച്ചു, അങ്ങനെ പറ്റില്ല. ആ 1 ഗ്ലാസ് വെള്ളം ആ ഒരു ഇരിപ്പിൽ തന്നെ കുടിക്കണം. പക്ഷെ ഒറ്റ വലിക്കാനെ കുടിക്കണമെന്നില്ല. കാരണം കുടിക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് പതുക്കെ അവിടെ തന്നെ ഇരുന്നത് കുടിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ കുടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ അതിന്റെ പിറ്റെന്നോ ആയിട്ട് ആ മൂത്രത്തിൽ കല്ല് സുഖമാകും. ആ കല്ല് പുറത്തേക്ക് ചാടിപ്പോരും. കല്ല് പൊടിഞ്ഞ് മൂത്രത്തിലൊടിഞ്ഞ് പുറത്തു വരും. അതല്ലെങ്കിൽ 1 ഗ്ലാസ് കുടിച്ചിട്ട് മാറിയില്ല എങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ, ഒരു 5, 6, 7 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ മരുന്നുണ്ടാക്കി 1 ഗ്ലാസ് കൂടെ കുടിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മരുന്ന് കുടിച്ചു കഴിയുമ്പോൾ ആ മൂത്രത്തിൽ കല്ല് സുഖമാകുന്നതാണ്. ബഹുമാനമുള്ളവരെ, ഈ മരുന്ന് ഉണ്ടാക്കി കുടിച്ചാൽ ഒരുപാട് ഫലം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉസ്താദ് പറയുന്നു. അതിൻ്റെ ആ വേദന ഉള്ള സമയത്ത് തന്നെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി അത് ഫലം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെ ഷെയർ ചെയ്യാം, മറ്റുള്ളവർക്ക് അതിനെ പറഞ്ഞു കൊടുക്കാം. എന്തായാലും രോഗമല്ല. ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ് അത് വേദന എന്ന് വെച്ച് അതിനെ ഒരു ചികിത്സയും ചെയ്യാതിരുന്നാൽ അത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. വല്ലാത്ത ഒരു വേദനയാണ് ഈ കിഡ്നി സ്റ്റോൺ. ചെറിയ ഒരു അംശമുണ്ടെങ്കിൽ പോലും, ചെറിയ ഒരു സൈസിൻ്റെ കല്ല് ഉണ്ടെങ്കിൽ പോലും വല്ലാത്ത ഒരു വേദനയാണ്. അത് സൈസ് വലുതാകുമ്പോഴാണ് പിന്നെ ഓപ്പറേഷൻ എല്ലാം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇളനീർ, കഴിവിൻ്റെ പരമാവധി ഇളനീർ കുടിക്കണം. ഇതിൻ്റെ വേദന തുടങ്ങിയാൽ, ഇതിന് വേദന അനുഭവപ്പെട്ടാൽ, ഇപ്പോൾ ഏത് വേദന ആണെങ്കിലും അത് സ്റ്റോണാണ് എന്ന് അവിടെ പോയി സ്കാനിങ് ചെയ്ത് നോക്കിയതിന് ശേഷമേ ചെയ്യണമെന്നില്ല. ഏത് വേദന തുടങ്ങിയാലും നമുക്ക് കഴിവിൻ്റെ പരമാവധി ഒറ്റയടിക്ക് ഇളനീർ കുടിക്കണം. ഒറ്റയടിക്ക്. പിന്നെ വെള്ളം കുറക്കാൻ പാടില്ല. ഒറ്റയടിക്ക് ഈ ഇളനീർ കുടിക്കുന്നത് കൊണ്ടും അത് മൂത്രിക്കുമ്പോൾ കല്ലാണെങ്കിൽ കല്ല് തെറിച്ചു പോകുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പറഞ്ഞ ആ ഒരു ഔഷധി പോലും നിങ്ങൾ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ഗൗരവമുള്ള കാര്യമാണ്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. പറയുമ്പോൾ ഒരു സിമ്പിളാണ്. ഇതാണ് വലിയ രോഗങ്ങൾ വരാൻ കാരണമാകുന്നത് കിഡ്നി സ്റ്റോനാണ്. ഈ സ്റ്റോൺ ഉണ്ടാകുന്നത് തന്നെ നമുക്ക് നിത്യവും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോഴാണ്, ഡ്രൈ ആകുന്നതാണ്. പിന്നെ മൂത്രം സമയാസമയത്ത് മൂത്രിക്കാതെ മൂത്രം കെട്ടുന്നതാണ്. നമുക്ക് വെള്ളം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള കാരണം കൊണ്ട് അത് ശുദ്ധി ചെയ്യാൻ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് പോലും നമ്മൾ ഇങ്ങനെ മൂത്രം കെട്ടാറുണ്ട്. അത് മൂത്രം കെട്ടാൻ പാടില്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ലോ എന്തെങ്കിലും അതിൻ്റേതായിരിക്കുന്ന മാർഗങ്ങൾ ചെയ്ത് മൂത്രിക്കണം. മൂത്രം ഒരിക്കലും കെട്ടാൻ പാടില്ല, കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് സ്റ്റോൺ ഉണ്ടാകുന്നത്. ഇങ്ങനെ സ്ലോ ആയി അത് സ്റ്റോൺ ഉണ്ടാകും. അത് പിന്നെ വലുതായി വേദന തുടങ്ങും. വേദന തുടങ്ങിയാൽ പിന്നെ അത് നല്ല രീതിയിൽ വേദന ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോലും പറയുന്നതാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെറിയ ചികിത്സകൾ ചെയ്ത് അതുകൊണ്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനെ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമ്മുടെ രോഗങ്ങളെ തൊട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.